പോരാട്ട വീര്യം പേർന്ന കൊല്ലത്തിന്റെ മണ്ണിൽ CPM സംസ്ഥാന സമ്മേളനത്തിന് ആവേശോജ്വലമായ തുടക്കമായി. പ്രതിനിധി സമ്മേളന നഗരിയിൽ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പാർട്ടി പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇന്ത്യയിലുള്ളത് നിയോ ഫാസിസം എന്ന കൂടുതൽ അപകടകരമായ ഫാസിസമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ഉജ്ജ്വല തുടക്കം. ലോക സാമ്രാജ്യത്വം കൂടുതൽ ശക്തിപ്പെടുത്താനും അധിനിവേശം വ്യാപിപ്പിക്കാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് പ്രകാശ് കാരാട്ട് പ്രസംഗം തുടങ്ങിയത്. അമേരിക്കൻ സഖ്യത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെയും കാരാട്ട് കുറ്റപ്പെടുത്തി. ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തിനെ പ്രതിരോധിക്കുന്ന രാജ്യത്തെ പ്രധാന ശക്തിയായി കേരളത്തിലെ പാർട്ടിയും ഭരണവും മാറിയെന്ന് കാരാട്ട് പറഞ്ഞു. LDF government has blazed a record striving for implementing alternative policies as against the neoliberal and communal policies pursued by the central government. A strong Communist Party of India, Marxist in Kerala, are essential for the overall fight for democracy, secularism and federalism in our country. ഉദ്ഘാടനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. വൈകിട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നവകേരളം പുതുവഴികൾ എന്ന രേഖയാണ് സമ്മേളനത്തിന്റെ പ്രധാന പ്രത്യേകത. വികസന രേഖയിലുള്ള ചർച്ച മറ്റന്നാൾ തുടങ്ങും. 9 രാവിലെ മുഖ്യമന്ത്രി രേഖയിലെ ചർച്ചയിൽ മറുപടി പറയും. സംഘടനാ റിപ്പോർട്ടിലും പ്രവർത്തന റിപ്പോർട്ടിലുമുള്ള ചർച്ച ഇന്ന് തുടങ്ങും. നാളെ ചർച്ച തുടരും. 9 ഉച്ചയോടെ പുതിയ സംസ്ഥാന കമ്മിറ്റിയും ഭാരവാഹികളും നിലവിൽ വരും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ കൊല്ലം സമ്മേളനം സമാപിക്കും. പാർട്ടി നിലപാടുകളിലും ഭരണ സമീപനത്തിലും കൊല്ലം സമ്മേളനം എന്തു മാറ്റം കൊണ്ടുവരുമെന്നാണ് ഏറെ ഉറ്റുനോക്കുന്നത്. അതിനായി 2 ദിവസം കൂടി കാത്തിരിക്കണം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.